നിരനിരയായി നീങ്ങുന്നു കുഞ്ഞുങ്ങൾ ഞങ്ങൾ, കത്തുന്ന തിരികളുമായി കൈകളും കൂപ്പി. നിരനിരയായി നീങ്ങുന്നു കുഞ്ഞുങ്ങൾ ഞങ്ങൾ, കത്തുന്ന തിരികളുമായി കൈകളും കൂപ്പി. ഈശോയെ നിന്നെ കൂദാശയിൽ നിന്ന് ആദ്യമായി സ്വീകരിക്കാം. ഈശോയെ നിന്നെ കൂദാശയിൽ നിന്ന് ആദ്യമായി സ്വീകരിക്കാം. നിരനിരയായി നീങ്ങുന്നു കുഞ്ഞുങ്ങൾ ഞങ്ങൾ, കത്തുന്ന തിരികളുമായി കൈകളും കൂപ്പി. കുഞ്ഞുങ്ങൾക്കെന്നും കൂട്ടായി വന്നൊരു നല്ലവനീശോയെ പാടി വിളിക്കുന്നു, നീന്നു ഞങ്ങളെ കൈവച്ചനുഗ്രഹിക്കാം. നിരനിരയായി നീങ്ങുന്നു കുഞ്ഞുങ്ങൾ ഞങ്ങൾ, കത്തുന്ന തിരികളുമായി കൈകളും കൂപ്പി. ഈശോയെ നിന്നെ കൂദാശയിൽ നിന്ന് ആദ്യമായി സ്വീകരിക്കാം. ഈശോയെ നിന്നെ കൂദാശയിൽ നിന്ന് ആദ്യമായി സ്വീകരിക്കാം. സ്വർഗത്തെ പോലും കൈവിട്ടു വന്നൊരു തമ്പുരാനീശോയെ സ്നേഹിക്കാനിന്നും മാതൃക നൽകിയ സ്നേഹിതനീശോയെ നിരനിരയായി നീങ്ങുന്നു കുഞ്ഞുങ്ങൾ ഞങ്ങൾ, കത്തുന്ന തിരികളുമായി കൈകളും കൂപ്പി. ഈശോയെ നിന്നെ കൂദാശയിൽ നിന്ന് ആദ്യമായി സ്വീകരിക്കാം. ഈശോയെ നിന്നെ കൂദാശയിൽ നിന്ന് ആദ്യമായി സ്വീകരിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ് ടു ഓൾ. നമുക്കേറെ സന്തോഷമുള്ള ദിവസമാണെന്ന്, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഔദ്യോഗികമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ യാത്ര തുടരുകയാണ്. വി ആർ സോ ഗ്ലാഡ് ദാറ്റ് യു ആർ റിസീവിംഗ് ദ സോളം ഹോളി കമ്മ്യൂണിയൻ ടുഡേ. വി ആർ പ്രൗഡ് ഓഫ് യു ആൻഡ് സോ യു ഓൾ ലുക്ക് സോ beautiful in white dress and also with all the decorations. It's a very solemn moment for us and it's an important moment in our faith journey. And we congratulate you wholeheartedly for this great moment. എല്ലാവർക്കും ഒരു വാക്കിലെ സ്വാഗതം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം കടന്നു വന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഫാമിലി വിസിറ്റേഴ്സ് ഉണ്ട്, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിൽ നിന്നുള്ളവരും മറ്റിടവകളിൽ നിന്ന് വന്നിട്ടുള്ള ഗസ്റ്റായിട്ടുള്ളവരുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിലെ സ്നേഹപൂർവ്വം ഇന്നത്തെ കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രത്യേകമായിട്ട് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ഈ ജീവിതയാത്രയിൽ എന്നും ദൈവിക സാന്നിധ്യം കൂടെ ഉണ്ടാകുവാനായിട്ടും ആ ഒരു പ്രസൻസ് ഓഫ് ദ ലോർഡ് ഉണ്ടാകുവാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഈ മക്കളെ സമർപ്പിക്കാം.
ഒപ്പം തന്നെ നന്ദിയോടുകൂടി ഇവരെ ഓർക്കാം. വിശ്വാസം നൽകിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഗ്രാൻഡ് പേരൻസ്, അതുപോലെ തന്നെ സഹോദരങ്ങളെ, സിബ്ലിങ്സ്, അതുപോലെ തന്നെ CCD ടീച്ചേഴ്സ്, പ്രത്യേകമായിട്ട് ഫസ്റ്റ് കമ്മ്യൂണിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങിയ CCD ടീച്ചേഴ്സ് എല്ലാവരെയും സമർപ്പിക്കാം. നന്ദിയോടുകൂടി അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ബലിയിൽ സഹകർമ്മിയനായിട്ടും അന്നത്തെ അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ വചന സന്ദേശം നൽകുവാനായിട്ട് ബഹുമാനപ്പെട്ട സണ്ണിയച്ചൻ നമ്മോടൊപ്പം ഉണ്ട്. അച്ഛൻ അവിടെ ഇന്ത്യയിലെ മിഷണറിയായിട്ട് ജോലി ചെയ്യുന്നു. ഇന്നലെ രാത്രിയിൽ എത്തിയതേ ഉള്ളൂ. ജിഷയുടെ അങ്കിളാണ്. പ്രത്യേകമായിട്ടും അച്ഛനെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ എടപ്പാൾ ഇടവയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. So now we will light the candle and the kids will come and light the candle too. And then we proceed with the prayers and then the Eucharist. You all can be seated. Let the kids come forward. Thank you. ദീപമേ, സ്വലോക ദീപമേ, ജീവൻ പകർന്നിടുന്ന ദീപമേ, വാനം തുറന്നു വന്ന ദീപമേ, വാനോ വണങ്ങിടുന്ന ദീപമേ, ദീപമേ, സ്വലോക ദീപമേ, ജീവൻ പകർന്നിടുന്ന ദീപമേ, വാനം തുറന്നു വന്ന ദീപമേ, വാനോർ വണങ്ങിടുന്ന ദീപമേ. ദീപമേ, സ്വലോക ദീപമേ, ജീവൻ പകർന്നിടുന്ന ദീപമേ, വാനം തുറന്നു വന്ന ദീപമേ, വാനോർ വണങ്ങിടുന്ന ദീപമേ, ദീപമേ, സ്വലോക ദീപമേ, ജീവൻ പകർന്നിടുന്ന ദീപമേ, വാനം തുറന്നു വന്ന ദീപമേ, വാനോ വണങ്ങിടുന്ന ദീപമേ. ദീപമേ, സ്വലോക ദീപമേ, ജീവൻ പകർന്നിടുന്ന ദീപമേ, വാനം തുറന്നു വന്ന ദീപമേ, വാനോർ വണങ്ങിടുന്ന ദീപമേ, ദീപമേ, സ്വലോക ദീപമേ, ജീവൻ പകർന്നിടുന്ന ദീപമേ, വാനം തുറന്നു വന്ന ദീപമേ, വാനോർ വണങ്ങിടുന്ന ദീപമേ. Do you reject the glamour of evil and refuse to be mastered by sin? Do you reject Satan, father of sin and prince of darkness? Do you believe in God, the Father Almighty, creator of heaven and earth? Do you believe in Jesus Christ, His Son, our Lord, who was born of the Virgin Mary, was crucified, died and was buried, rose again from the dead, and is now seated at the right hand of the Father? Do you believe in the Holy Spirit, the Holy Catholic Church, the communion of saints, the forgiveness of sins, the resurrection of the body, and the life everlasting?
This is our faith. This is the faith of our church. We are proud to profess it in Christ Jesus our Lord. Now the parents will recite the prayer dedicating your Now reading the Eucharist. It's all joined together. Praying for them, especially for our kids, and also praying for all our community. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരു കീഴാം ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെയണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ.
ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതിയെന്നേക്കും ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സ്വർഗസ്ഥിതനാം താതാനിൻ സ്തുതി തന്നെ സ്തുലമഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. Let us pray. Peace be with us. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ തൃത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ലിംഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലയിങ്കൽ പാർക്കുന്നതിനോ
യോഗ്യതയുള്ളോ എൻ കർത്താവേ ആരീ ഭൂവിൽ. വ്യാപാരത്തിൽ നിഷ്കർമ്മശനും ന്യായം മാത്രം നോക്കുന്നവനും സത്യം തന്നെ പറയുന്നവരും വഞ്ചനനാവിൽ തീണ്ടാത്തവനും നിസ്സാരതരം തിന്മകൾ പോലും സ്നേഹിതനെതിരായി ചെയ്യാത്തവനും അയൽവാസികളെ ദ്രോഹിപ്പതിനായി കൈക്കൂലിയിനം വാങ്ങാത്തവനും ഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാമിൻ മാമലയെങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആരീ ഭൂവിൽ. Peace be with us. Lord our God, when the sweet fragrance of your love upped over us, and when our souls are enlightened with the knowledge of your truth, may we be found worthy to receive your beloved Son as he appears from the heaven. May we also glorify you and praise you unceasingly in your church, crowned like a spouse with every goodness and grace. For you are the Lord and Creator of all forever and ever. Amen. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീയരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. Let us pray. Peace be with us. My Lord, you are truly the one who raises our bodies. You are the Savior of our souls and the preserver of our lives. We are bound always to thank, adore, and glorify you, the Lord for all, the Lord of all, forever. ആമേൻ. സഹോദരരെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിപാവനാം സർവേശാ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. Let us pray. Peace be with us. Glorious, mighty, and immortal, and holy God, you are pleased to dwell in the holy ones. We beseech you, look upon us, pardon us, and show us the compassion according to your nature. The Father, the Son, and the Holy Spirit, the Lord of all, forever. Amen. Brothers and sisters, please be seated and listen attentively. A reading from the Acts of the Apostles, chapter 2, verses 42 to 47. May God bless you.
They devoted themselves to the teaching of the apostles and to the communal life, to the breaking of the bread and to the prayers. All came upon everyone, and many wonders and signs were done through the apostles. All who believed and were together had all things in common. They would sell their property and possessions and divide them among all according to one's needs. Every day in the temple area and to the breaking of the bread in their homes, they ate meals with exaltation and sincerity of heart, praising God and enjoying their favor with all people. And every day the Lord added their number to those who were being saved. പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. Alleluia, alleluia, alleluia. Let us pray. Peace be with us. Lord, our Lord, illumine our hearts and minds to hear and understand the sweet voice of your life-giving and divine commandments. In your mercy and grace, grant that they bear in us the fruits of love, hope, and salvation, beneficial to our body and soul, and that we may constantly praise you, the Father, the Son, and the Holy Spirit, the Lord of all forever. Amen.
Reading from the first letter of Peter, chapter 1, verse 17 through 21. May Christ bless you. If you invoke as Father the one who judges all people impartially, according to their deeds, live in reverent fear during the time of your exile. You know that you were ransomed from the futile ways inherited from your ancestors, not with perishable things like silver or gold, but with the precious blood of Christ, like that of a lamb without defect or blemish. He was destined before the foundation of the world, but was revealed at the end of the ages for your sake. Through him, you have come to trust in God, who raised him from the dead and gave him glory, so that your faith and hope are set on God. Praise be to Christ our Lord. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിത തൂലിക പോലെ നാവിപ്പോൾ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. Let us stand and listen attentively to the Holy Gospel. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. I am the living bread that came down from heaven. Whoever eats this bread will live forever, and the bread that I will give is my flesh for the life of the world. The Jews quarreled among themselves, saying, "How can this man give us his flesh to eat?" Jesus said to them, "Amen, amen, I say to you, unless you eat the flesh of the Son of Man and drink his blood, you do not have life within you. Whoever eats my flesh and drinks my blood has eternal life, and I will raise him on the last day. For my flesh is true food, and my blood is true drink. Whoever eats my flesh and drinks my blood remains in me, and I am in him. Just as the living Father sent me, and I have life because of the Father, so also the one who feeds on me will have life because of me. This is the bread that came down from heaven, unlike your ancestors who ate and still died. Whoever eats this blood will live forever." This teaching he said while teaching in the synagogue in Capernaum. Glory to you, Christ our Lord. Please be seated. My dear brothers and sisters in Jesus Christ, and especially Jesseline and Mary, Amal, Jonah Madhu, Anita, Jonah, Basant. Today is the day of celebration. Celebration of Christ coming into your hearts. And you are all dressed like princes, and I would say angels. And somehow all of you are girls, children. And that itself is a great speciality
and a great blessing. Today, I saw before the Holy Mass that everyone was taking a picture alone and with your parents and with your relatives. And I am sure that picture that you have taken, or maybe the first communion that's going to come, and after that, it will be framed and hung on the wall of your house at the center where everyone notices it. And I am also sure, as you go out of the house and you come in, you will see the picture, and then with the blessing you will remember the blessing that you received today. Today we celebrate the first Holy Communion, and it is being said it is a memorial, it is a remembrance, and it is a commemoration. Jesus said in the Gospel, I am the living bread that has come down from heaven. And anyone who eats my body and drinks my blood will live forever, and they will have eternal life. My dear children and parents, I know, and we all know that though the children have receiving the first Holy Communion here, we know that many of you would like to celebrate at home in Kerala, where your grandparents, many relatives could participate, and it would have been a greater feast. But their prayers and blessings are with the children and with you, the parents. And I am also sure many of your relatives have come from far and wide to participate and to pray for you and to bless you. So that itself is a remembrance for you. And you will remember the 1st of June, when you received the first Holy Communion, that you received Jesus in your heart, that God Himself. When we look into Gospel of Matthew, it begins with Jesus is Emmanuel, that is God with us. And if you read the Gospel of Matthew, the last verse, Jesus is telling the apostles, I am with you till the end of the days. And Jesus fulfills, that God fulfills that His abiding presence in all of us and every day. So, we could say the Holy Eucharist is the greatest miracle after the miracle of the resurrection of our Lord. And it is the greatest miracle that Jesus worked before His passion, death, and death. Somehow, in an ordinary way, at the Last Supper, He transformed the bread and wine into His own flesh and blood. When you look into that, they have not seen a miracle at all, the disciples who have been participating in the Last Supper of Jesus. They never saw it. They never witnessed it. They simply heard the words of Jesus. And they never understood it. But after the resurrection and after the Pentecost, they remembered. That's why we have it in the first reading itself, taken from the Acts of the Apostles, chapter 2, verse 42 onwards. This after the Pentecost, in the first homily that St. Peter gave. And after that, they gathered together, especially in praise and the breaking of the bread and the brotherhood. The three things are involved and the teaching of the apostles. There the church just began. In the breaking of the bread, in praise, in the common brotherhood, and also the teaching of the apostles. So Jesus also says, I am the bread of life. And God somehow wanted to be with us always. That was a promise that God made, especially in the book of Exodus, in chapter 12, where the Israelites first got the freedom from the Egyptians, that this should be remembered for generation to generation. And you should
celebrate it in gratitude and in thanksgiving. The Holy Eucharist is the source and summit of our life, and it is nothing but is a expression of our gratitude from our hearts and also a thanksgiving. So this is a remembrance, this is a memorial, this is a gratitude or a thanksgiving. And we are all together to bless these children here of their first time they are going to receive Jesus. I remember Pope John Benedict XVI, in the year of the Eucharist, he had called especially the children who received first Holy Communion on a particular Sunday and celebrated Holy Mass with them. And the children had, after the Holy Mass, a coming together with the Holy Father. And they were allowed asked to ask or question to Holy Father. The first child who raised up his hand asked, Holy Father, do you remember your first Holy Communion? To that, the Holy Father responded, I remember very well. It was in the month of March, and almost 500 people living in that particular village in Germany, especially in Bayern, in West Germany. And then he said, there was a beautiful music in the church. The church was very well decorated, and there was almost 500 people in the church that time. And there were almost 30 boys and girls from that village received Holy Communion. Then the child asked, what did you pray to Jesus when you received first Holy Communion? And the Pope said, I remember very well what I prayed to Jesus on the first day of Holy Communion. I prayed, Jesus, please stay with me always. And then the Holy Father said, I also promised Jesus, I promise you that I will make my every effort to stay with you. So the Holy Father said, in my life, I always try to stay with Jesus, and I could also experience the abiding presence of Jesus in his life. So to my children, to dear children, I say, to all of you, pray to Jesus to stay with you all the time. And you promise that you will also try to stay with him all the time. Jesus, come and stay with us. That is a prayer, he said. And in a way, we can say, the reading that we are taken, or the gospel that we are taken from the Gospel of John, chapter 6, it is about all about the explanation, or we can say the doctrine or the theology of the Eucharist. Jesus is trying to tell people, especially that to eat my body and my drink is that you are going to have eternal life. The only condition is that as Jesus is holy, there should be some element of holiness in us, that God can abide in our heart. So it all began with a child. You remember the Gospel of John, chapter 6, began with a child. Jesus wanted to feed the multitude. He had no other ways. He asked Philip, how can you provide this multitude bread? Philip, being with Jesus, could have said, Lord, you can do it. You have done it many times, so you can do it. Instead, without understanding, he said, see, where can we buy for this multitude, this crowd, so much of bread? And out of 200 denarii, not even we are able to purchase for all this crowd. So then Andrew came and said, see, there is a boy with 5 loaves, barley loaves, and 2 fishes. And the boy was able to give to Jesus the bread that he had brought for himself, the 5 loaves and the 2 fishes. Jesus worked a miracle on that 5 loaves and the 2 fishes. So God can work miracles with our little charity that we give. We also remember that in Mark's Gospel, chapter 2, 4 people carried a paralytic man, and they brought Jesus, breaking the roof,
brought to the front of Jesus the paralytic man. So all that is the four people are carried the paralytic man to Jesus. The healing work was done by Jesus. So all our what we can do as human being, give it to our little things to Jesus, and Jesus can work miracle. The Eucharist is a miracle, which they never maybe have not been very spectacular or very mind blowing, but God is present in an ordinary way. I, with my own experience of yesterday, want to tell you that God works a miracle. I booked my ticket on 31st of this May to come over here. And I was a bit foolish to book on 31st, but I thought I would make it up. And the flight from Delhi, New Delhi was 2 hours late. And when it landed in Frankfurt airport, it was 2 hours late. So I had a half an hour then when the flight landed. But I knew that I will not be able to make. But from deep in my heart, I almost made a vague prayer every time. The moment I boarded in the flight, every time from a vague prayer, without having much of hope, vague prayer I used to recite, Lord, you work a miracle for me. I want to be present for the first Holy Communion of Anne Mary and her companions. So if I miss, I'm going to miss everything. And there was half an hour when the flight landed in Frankfurt. Then I was a bit selfish. I asked the flight landed. I took my luggage from the upper part and rushed into the entrance of the flight. And as soon as it was opened, I ran for my life and ran. And Frankfurt airport is very vast. You don't reach anywhere. And then again you have to board a train inside, a tram. And then again. And when I reached, and the security is so tight there, and there it would take time. But somehow, and I reached, I made it. I was the last person to board in the flight. And my gratitude towards God was, I could say, expressionless. We cannot describe it in words. In our lives, these are all small things. Small things, God works not in an extraordinary way, not in a spectacular way, not in a splendorous way, but in ordinary life, every day we see small signs. And Eucharist is the greatest miracle. And we only experience God's presence in our life, provided we support it with a prayer and always with a mind of charity towards others. Jesus, the same Jesus who walked in Palestine, the same Jesus who healed especially the lepers, the same Jesus who raised Lazarus, the same Jesus who was baptized on the river Jordan, the same Jesus who was transfigured in the Mount Tabor, the same Jesus who was at the Garden of Gethsemane, the same Jesus who died on the cross. The same manner, Jesus is present in the Eucharist. The glory of the resurrection is always there, provided we approach Jesus with our mind, with a heart of faith. So, dear children, we all are with you. And Jesus is the great celebrity. And you have decorated yourself, prepared yourself. Lot of instructions were there. Lot of preparation went in so that you may receive, God may come to your heart. And hold Him tightly and never leave Him. And pray that Jesus be with me always. And I try to be with you always. God bless all of you. Page 244. Let us all pray with joy and hope. Come, Holy Spirit. Come, Holy Spirit. O Holy Spirit, descend on us and strengthen us to be witness of the gospel to all people in the same way you came down in the form of tongues of fire on the day of Pentecost, on the apostles. Let us pray. Come, Holy Spirit. O Holy Spirit,
Bless us with your gifts in the same way you enriched the apostles. Let us pray. Come, Holy Spirit. O Holy Spirit, bless our Holy Father, Pope Mark Francis, the head of the Universal Church, our Major Archbishop, Mar Raphael, the father and head of our Syro-Malabar Church, our Bishop Mar Joy, the father and head of our diocese, and all other bishops, and all those who work in the missions with your spiritual gifts, just as you strengthen the apostles to make known the gospel. Let us pray. Come, Holy Spirit. O Holy Spirit, the giver of divine life through the sacraments, abide in us so that we may grow in holiness through our sacramental life. Let us pray. Come, Holy Spirit. O Holy Spirit, give us hope and courage in the midst of suffering in our life, as you gave hope and strength to the apostles in their persecutions and sufferings. Let us pray. Come, Holy Spirit. O Holy Spirit, shower your graces on those who work in different walks of life, so that they may shine as missionaries of love and service. Let us pray. Come, Holy Spirit. Let us commend ourselves and one another to the Father, to the Son, and to the Holy Spirit. Lord our God, we commend ourselves to you. Lord Almighty God, we humbly implore you to fill us with your merciful grace. Pour forth your gifts through our hands. May your blessings and grace obtain forgiveness of sins and remission of sins for the flock you have chosen in your infinite mercy, the Father, Son, and the Holy Spirit, the Lord of all, forever. Amen. Bless us, O Lord, brothers and sisters. Bow your heads for the imposition of hands and receive the blessing. Lord our God, extend your merciful right hand over the universal and apostolic church. Protect it from every danger, visible and invisible. In your compassion, make us worthy to minister in your presence with devotion, diligence, and purity. Merciful God, bless us, grant that all of us, as one body, may properly please you throughout our lives. By works of justice, are reconciled us with you. Make us worthy to offer you never-ending praise, homage, thanksgiving, and adoration. The Father, Son, and the Holy Spirit, the Lord of all, forever. Let all who have been baptized and sealed with the sign of life participate in these holy mysteries attentively and devotedly. അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ സുതനുടെ പ്രേക്ഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ അമേനാമേ. മാർത്തോമായെയും നീണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും രാജാവാം ദൈവം
നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗണങ്ങൾ ചൊരിയുവിനെന്നേക്കും. നമം പ്രാർത്ഥനയും പശ്ചാത്താപവുമായി വിശ്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. We believe in one God, the Father Almighty, creator of all things, visible and invisible, and in one Lord Jesus Christ, the only begotten Son of God, the firstborn before all creatures, born of the Father before all ages, and not made, true God from true God, consubstantial with his Father. Through him the worlds were formed, and all things were created. For the sake of us men, and for our salvation, he came down from heaven, and became incarnate by the Holy Spirit, and became man, and was conceived and born of the Virgin Mary. He suffered and was crucified in the days of Pontius Pilate, died and was buried, and on the third day rose again, as it is written, he ascended into heaven, and sits at the right hand of his Father. He will come again to judge the dead and the living. We believe in one Holy Spirit, the Spirit of truth, who proceeds from the Father, and the Son, and the life-giving Spirit. We believe in one holy Catholic and Apostolic Church. We confess one baptism for the remission of sins, the resurrection of the body, and life everlasting. Amen. May God the Lord of all strengthen you to sing his praises. Let us pray. Peace be with us. Let us pray for the memory of our fathers, patriarchs, bishops, and for all priests, deacons, young men, and virgins, our parents, brothers and sisters, sons and daughters. Let us remember all the rulers who love Christ and are faithful to him, and all who have departed from this world in true faith, through the grace of Christ. May the sacrifice obtained for us help, salvation, and life everlasting in the kingdom of heaven. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യരേഖത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. My brothers and sisters, give peace to one another in the love of Christ. Let us thank the Lord and entreat him with pure and contrite hearts. Let us stand with due reverence and be attentive to the awe-inspiring mysteries being celebrated here. The priest is imploring that peace may flourish through his intercession. Bowing our heads, let us lift up our thoughts to heaven and pray fervently and devotedly in your hearts. Peace be with us. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും
റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം യാക്കോബെന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം. Peace be with us. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന് ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളും സ്തുതിയും എല്ലാ നാവുകളിൽ കൃതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവകളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവകളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോശാന കർത്താവായ ദൈവമേ, സ്വർഗ്ഗങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരുമാകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നിന്നെ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം എത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സംതരിക്കുകയും എതിരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങൾ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Pray in your hearts. Peace be with us. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് തട്ടൽ മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മെലത്തുഷ്ണുമായ മാർ ജോയി മെത്രാന് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിത അന്മായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കാത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായുധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാവുന്നതുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. Lord our God, as you told us, we offer you the body and blood of your anointed one on this pure and holy altar. May we invoke in this memorial celebration the sacred memory of Mary, the Virgin Mother of God, and of the just and the holy fathers who have found favor in your presence. Grant us your peace and tranquility all the days of our lives. Let all the people on earth know that you alone are the true God, the Father, and that you sent your beloved Son, Jesus Christ. May all the people know that Christ, our Lord and God, in his life-giving gospel, came and taught us the way of purity and sanctity of the prophets and apostles, martyrs and confessors, doctors and bishops, priests and deacons, and all the children of the Holy Catholic Church, who have been signed with a living and life-giving zeal of baptism. Lord, we, your humble, weak and distressed servants, having received a example from generation to generation, have come together in your presence. Rejoicing and glorifying, we commemorate and celebrate this great, awesome, holy, life-giving and divine mystery of the Passion, death, burial, and resurrection of our Lord Savior, Jesus Christ. Let us pray in silence and reverence. Peace be with us. Lord our God, may your Holy Spirit descend on this Qurbana. May he dwell on this Qurbana of your servants and bless and sanctify it. May this Qurbana grant us the remission of our debts, forgiveness of our sins, great hope in the resurrection of the dead, a new life in your heavenly kingdom, with all those who have found favor in your presence. Lord our God, we offer you unending praise for your glorious and ineffable plan of our salvation. We offer you thanksgiving with joy and hope in your church, redeemed by the precious blood of your anointed one.
പൂജ്യമായിടും നിന്റെ നാമത്തിലാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. സദസ്യോർത്തെ സിംഹാസനമായ ബലിപീഠത്തെയും പാപമോചകമായ തിരുശുദ്ധങ്ങളെയും വിശുദ്ധയുടെ പരിമളത്താൽ പൂരിതമാക്കുകയും ചെയ്യണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വമിശിഹായ നിരന്തരനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുരാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോവൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Let us approach the mysteries of the precious body and blood of our Savior with reverence and respect. With the hope of rising to repentance, let us turn away from wrongdoing, repent of our sins, and forgive the trespasses of our brothers and sisters. Let us pray to God, the Lord of all, for mercy and forgiveness. Lord, forgive the sins and offenses of your servants. Let us cleanse our hearts, turning away from dissensions and conflicts. Lord, forgive the sins and offenses of your servants. Let us free our souls from enmity and hatred. Lord, forgive the sins and offenses of your servants. Let us receive the Holy Qurbana and be sanctified by the Holy Spirit. Lord, forgive the sins and offenses of your servants. Let us receive these sacred mysteries in peace and unity with one another. Lord, forgive the sins and offenses of your servants. O Lord, may these sacred mysteries be for the resurrection of our bodies and the salvation of our souls. May they be the source of life everlasting. Amen. Let us pray. Peace be with us. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന തരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശു ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ ലഭിച്ച മനോവിശ്വാസത്തോടുകൂടി ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരെ
കർത്താവേ, ശുദ്ധനായ സർവ്വേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. Let us praise the living God. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. By imitating the chosen apostles, the saints entered heaven to praise God unceasingly. Join with the choir of angels in singing hallelujah to our Lord and praising him. Come, dear brothers and sisters, let us partake in the banquet of our Lord's precious body and blood and sing hallelujah, praising our Lord.
Let us glorify God in the grace of the Holy Spirit and give thanks to Him, the giver of all gifts, for counting us worthy to approach the holy altar and to participate in these glorious, holy, life-giving, and divine mysteries. Lord God, we praise you for this infinite gift. Let us pray. Peace be with us. കർത്താവായ ദൈവമേ, സുദീർഘവും പരിശുദ്ധവും ജഗദായികവും ദൈവികമായ ഈ രഹസ്യങ്ങൾ കണ്ണുകളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയത്തിന് സ്തുതിയും ബഹുമാനവും ഹൃദയം ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്യർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളുടെ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ, സകലത്തിന്റെയും നാഥ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീടോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും, മാനവനിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. പോലും നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ നിന്നും നൽകും ദൈവികമാം ശുദ്ധിയേഴും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ മഖിലരിലും ദൈവം വരനിരച്ചൊരിയട്ടെ. കുരിശടയാളം
വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Please be seated.